പോയി കുറേ നേരം അപ്പനെ കാണാനില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാത്രി അമ്മ എനിക്ക് ഉറക്ക കരയമ്മയ്ക്ക് സൺഷൈഡിന്റെ അവിടെ വരെ വെള്ളമെത്തി. അപ്പൊ നമുക്ക് അവരുടെ എത്തിയൊന്നും അറിയുന്നില്ല. നമുക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റത്തില്ല അവിടെ നിന്ന്, ബാൽക്കണി ക്ലോസ്ഡ് ആയതുകൊണ്ട്. 2018 ഓഗസ്റ്റ് 16 എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച വലിയൊരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച ഒരു കാര്യം അതങ്ങനെ അല്ലാതായിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് 2018 പ്രളയത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഒത്തിരി ഫാമിലീനെ എഫക്റ്റ് ചെയ്ത പോലെ തന്നെ എൻ്റെ ഫാമിലീനെയും പ്രളയം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പൊ പ്രളയകഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 15 എൻ്റെ കുഞ്ഞനിയൻ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവനിങ്ങനെ പറയാ, പിള്ളേര് പറഞ്ഞു നമ്മുടെ അടുത്തുള്ളൊരു ബണ്ട് പൊട്ടിയിട്ടുണ്ട്, അപ്പൊ ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നത് പിള്ളേര് പറഞ്ഞു, ഇനി പ്രളയങ്ങാൻ വന്നാലോ വരുമോ, ഇങ്ങനെയൊക്കെ അവൻ പറയുമ്പോഴാണ് ആ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവൻ വീട്ടിൽ വന്നു. അപ്പൊ അവനിതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടില് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് പേര് വന്നിങ്ങനെ പറഞ്ഞു, പ്രളയ സാധ്യതയുണ്ട്, നമ്മളവിടുന്ന് മാറി താമസിക്കണം പറഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങനെ, ഇതുവരെ വെള്ളം വന്നിട്ടില്ല, ഇത്ര കാലം കണ്ടിട്ട് ഇതുവരെ വെള്ളം വന്നിട്ടില്ല. അതായത് വെള്ളം നമ്മുടെ റോട്ടിൽ വെള്ളം നിറയാറുണ്ടെന്നല്ലാതെ പറമ്പിലേക്കൊന്നും ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. അപ്പൊ നമ്മളും വിചാരിച്ചത് അവരങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പറമ്പിലേക്ക് ചിലപ്പിച്ചിട്ട് വെള്ളം കയറുമായിരിക്കും, അതല്ലാതെ നമ്മുടെ വീട് മുങ്ങിപ്പോകും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പം ഇവരിങ്ങനെ വന്ന് പറഞ്ഞ ശേഷം എൻ്റെ അപ്പനും മുനിവശത്തിരുന്ന് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു, ചാലക്കുടി ടൗൺ മുങ്ങിയാലോ നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറുള്ളൂ. ഓക്കെ, ചാലക്കുടി ടൗൺ ഒരിക്കലും മുങ്ങില്ലല്ലോ, നമ്മുടെ സ്വപ്നങ്ങളിലൊക്കെ അതല്ലേ. കാരണം നമുക്ക് ഇതിന്റെ ഇമ്പാക്റ്റ് എന്താ നമുക്ക് അറിയില്ലായിരുന്നു അന്ന്. അപ്പൊ ഞങ്ങൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒന്നും പാക്ക് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, സാധാരണ പോലെ തന്നെ. ആ 15 വൈകുന്നേരമായി. അപ്പൊ 12 മണി ആയപ്പോഴത്തേനും എൻ്റെ ഒരു കസിൻ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ മതിലൊന്ന് ഇടിഞ്ഞു, വെള്ളത്തിന് നല്ല ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. അതപ്പം ഞങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമ്മൾ പതിവ് പോലെ ഉറങ്ങി, അപ്പനും കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് അന്ന് ഭയങ്കര അൺയൂഷ്വലായിട്ട് അപ്പൻ രാത്രി 2 മണിക്ക് എണീറ്റ് അപ്പനൊന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേനും വെള്ള കളറ് ക്യാൻസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഈ മണ്ണെണ്ണയും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് ഒത്തിരി ക്യാൻസ് ഉണ്ടായിരുന്നു വീട്ടിൽ, എന്തോ കാര്യത്തിന് ഉദ്ദേശിച്ചതാണ്. അതൊക്കെ ഒഴുകി നടക്കുന്നത് കണ്ട്. ഇപ്പം ഈ വെള്ള കളർ സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേനും സ്പോട്ട് ചെയ്യില്ലേ, ഇരുട്ടത്തായാലും ഇപ്പം ലൈറ്റ് നോക്കുമ്പോഴത്തേനും ഈ വെള്ള കളർ സാധനങ്ങൾ അങ്ങനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്തു. അപ്പം ഇതെന്തെങ്കിലും ഒഴുകി കിടക്കുന്ന വെച്ചാൽ വാതിൽ തുറന്നു നോക്കിയപ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളത്തിൽ മുങ്ങി, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അപ്പന് മനസ്സിലായി, ഓക്കെ ഇത് പണിയാണ്. കാരണം നമുക്ക് ഇവിടുന്ന് മാറണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാൽക്കണി ക്ലോസ്ഡ് ആയിരുന്നു അന്ന്. അപ്പം ഇപ്പം ഇൻ കേസ് വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അവിടെ നിന്ന്, ബാൽക്കണി ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള പേപ്പറിൻ്റെ വീട്ടിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം അത് ബാൽക്കണി ഓപ്പൺ ആണ്, ആ വീട് താമസിച്ചിട്ടില്ലെങ്കിലും കൂടി എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ അങ്ങോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കറണ്ടൊന്നുമില്ല, ഫുള്ളിരുട്ട്, രാത്രി നേരം. എന്താ പേടിയായി തുടങ്ങി. ഇങ്ങനെ വെള്ളം പതിയെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ആയി തുടങ്ങി. അപ്പം പറഞ്ഞു, ഇനി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അപ്പുറത്തേക്ക് മാറാം, ഡ്രസ്സൊക്കെ എടുത്ത് മുകളിൽ വെക്കണം എന്ന് പറഞ്ഞു. അതുപോലെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു, ഗ്യാസ് സിലിണ്ടർ എടുത്തു, അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഞാനും അമ്മയും അതുപോലെ അപ്പൂപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ താഴത്തെ അലമാരിയുടെ ഫ്ലോറിൽ നിന്ന് എടുത്ത് മുകളിൽ അലമാരിയുടെ തന്നെ മുകളിൽ ക്യാബിനറ്റിൽ കൊണ്ടുവച്ചു, താഴത്തെ എല്ലായിടത്തും മുകളിൽ കൊണ്ടുവച്ചു. പക്ഷെ അപ്പൻ അന്ന് ഉദ്ദേശിച്ചത് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുവയ്ക്കാനാണ്. നമുക്ക് മനസ്സിലായില്ല, കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ പോകുമെന്ന്. പക്ഷേ വീടിനകത്തേക്ക് കയറിയാൽ ഇച്ചിരി വന്ന് പോകുമായിരിക്കും, അതല്ലേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞു, ഓക്കെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പനും അമ്മയും അതുപോലെ അപ്പൂപ്പനും അമ്മാമ്മയും പിന്നെ ഒരു കസിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം അവിടെ ചെന്നപ്പോൾ അപ്പം പറഞ്ഞു, ഞാനൊന്നും കൂടെ വീട്ടിൽ പോയി നോക്കിയിട്ട് വരും, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി. പിന്നെ ഞങ്ങളുടെ മുട്ടിൻ്റെ അത്ര വെള്ളമായിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ നല്ല ഒഴുക്കുമായിരുന്നു. അപ്പോൾ നമുക്കന്ന് അവിടെ നമ്മുടെ തെങ്ങ് കയറിയിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജാതിക്കുരു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തെങ്ങ് കയറിയിട്ട തേങ്ങകളൊക്കെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ, ഇത് സാധാരണ പോലെ അല്ലല്ലോ,
ഭയങ്കര ഭയങ്കര ഒരു ഉൾഭയമായി തുടങ്ങിയ സമയത്ത്. അതേസമയം നല്ല മഴയുണ്ട്, എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഫീൽ ആ സമയത്ത് നമുക്ക് അടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പം അപ്പൻ അങ്ങനെ പോയി തരാന്നുണ്ട്. അപ്പം വീട്ടിലേക്ക് പോയി കുറേ നേരമായിട്ട് അപ്പനെ കാണാനില്ല. അപ്പം നമുക്ക് ടെൻഷൻ ആയി തുടങ്ങി. അയ്യോ അപ്പ എവിടെ പോയി, കുറേ നേരം ആയല്ലോ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ശേഷം അപ്പൻ വീട്ടിൽ നിന്ന് വന്നതിനും അപ്പൻ്റെ നെഞ്ചിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി സമയം വിത്തിൻ ഫ്യൂ മണിക്കൂറുകൾ നിൽക്കുന്ന, ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ എടുത്തിട്ടുള്ളൂ മൂവ് ആവാനായിട്ട്. അതിനുള്ളിൽ വെള്ളം അത്രയും ഉയരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് അപ്പം വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഡ്രസ്സ് ഇവിടെ വയ്ക്കാനാണ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാനാണ് പറഞ്ഞത്. അപ്പം അമ്മ പറഞ്ഞു, അലമാരുടെ മുകളിലല്ലേ. പറഞ്ഞു എൻ്റെ പുണ്യ, അത് അലമാരുടെ മുകളിലല്ല, അത് സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുവയ്ക്കാനെന്ന് പറഞ്ഞു. അപ്പൻ പാവം പോയിട്ട് എല്ലാവരും സെക്കൻഡ് ഫ്ലോറിൽ കൊണ്ടുവച്ചു. പരമാവധിയൊക്കെ കയറ്റി വെച്ചു, ഒന്നും പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇൻകേസ് കയറി അപ്പോഴേക്കും കയറുന്ന ഉറപ്പായി തോന്നണം അപ്പന്, അതായിരിക്കണം. അങ്ങനെ അപ്പം തിരിച്ചു വന്നു. അപ്പം നമ്മളങ്ങോട്ട് മൂവ് ആയപ്പോഴത്തേനും നമ്മൾ ഗ്യാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്യാസ് സിലിണ്ടർ, ഗ്യാസ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഡ്രമ്മുകൾ ഉണ്ടായിരുന്നു, വലിയ ഈ എന്താ പറയാ, ഈ നീല കളർ ഡ്രമ്മുകൾ, വലിയ ഡ്രമ്മുകളുണ്ട്, വെള്ളമൊക്കെ സ്റ്റോറേജ് വയ്ക്കുന്നത്, അതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ മുകളിലേക്ക് കയറ്റിയായിരുന്നു. വീട്ടിലത് പല പല ആവശ്യത്തിന് മേടിച്ചായിരുന്നു. പക്ഷെ അപ്പൻ എന്തുകൊണ്ടോ എന്തൊക്കെയോ മുന്നിൽ കണ്ടത് കയറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രമ്മിലേക്ക് നമ്മൾ പാത്തി വെച്ചിട്ട് വെള്ളം കളക്ട് ചെയ്തു. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ വെള്ളം കളക്ട് ചെയ്തു നമ്മൾ. എന്നിട്ട് നമ്മൾ അരിയും സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. അന്ന് അമ്മ രാവിലെ എന്തോ ഷോപ്പിങ്ങിന് പോയായിരുന്നു, ഈ പച്ചക്കറി പലചരക്കൊക്കെ മേടിക്കാൻ പോയായിരുന്നു. അപ്പം അതന്ന് മേടിച്ചതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പം അമ്മ അത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ കുക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ അന്ന് പിന്നെ നമുക്ക് തളർന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ ആയപ്പോഴത്തേനും വെള്ളം ഏകദേശം നമ്മുടെ ജനലിൽ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് പേടിയായി തുടങ്ങി നമുക്ക്. പിന്നെ നമ്മൾ അപ്പുറത്തൊക്കെ നോക്കുമ്പോഴത്തേനും അപ്പുറത്ത് താഴെ ഒരു ഓടിട്ട വീടാണ്. ആ വീട് ഏകദേശം മുങ്ങാറായി. അവിടെ നിന്ന് ആരുമില്ല, അവരൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മാറി വീടിൻ്റെ കുറച്ച് ഇച്ചിരി ദൂരെയുള്ളൊരു വീട്ടിൽ ഇതുപോലെ തന്നെ 2ാമത്തെ നിലയിൽ നിന്നിട്ട് അവർ നമുക്ക് പിന്നെ കൈ വേവ് ചെയ്ത് കാണിച്ചു, അവരവിടെ ഉണ്ട് എന്നുള്ള രീതിക്ക് വേവ് ചെയ്ത് കാണിച്ചാണ്. അങ്ങനെ നമ്മൾ അന്ന് രാവിലെ എൻ്റെ ഓർമ്മയിൽ അന്ന് ഞങ്ങൾ ചോറും ചെറുപയറൊക്കെ ഇട്ട് ഒരുമിച്ച് വിസിലടിച്ച് കഞ്ഞിയായിട്ട് കുടിച്ചു രാവിലെ. അപ്പോൾ നമുക്കൊരു ടെൻഷൻ, ഇനിയിപ്പോൾ അവർക്ക് അവിടെ ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല, കാരണം നീന്താൻ അറിയില്ല, വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അവിടെ എന്തെങ്കിലും ഇനിയിപ്പോൾ ആരെങ്കിലും വരണത് കാത്തിരിക്കാമെന്ന് ഓർത്തിട്ട് വീട്ടിൽ തന്നെ നിന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുള്ള ഒരാൾ പോലും അന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് മാറി താമസിച്ചില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ വെള്ളം ഇവിടെ പൊന്തുന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് നമ്മളത് തന്നെ കഴിച്ചു. നമുക്ക് ഭക്ഷണത്തിനൊന്നും കുറവുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം മഴ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയതോടുകൂടി വെള്ളം പിന്നെയും പൊന്തി ഏകദേശം സൺഷൈഡിൻ്റെ അവിടം വരെ വെള്ളമെത്തി. അപ്പം നമുക്ക് എന്താ പറയുക, ഇനി വെള്ളം അങ്ങാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചെറിയൊരു ഒരു സ്ഥലം കൂടി ഉണ്ട് അവിടെ നമുക്ക് നിൽക്കാനായിട്ട്. പക്ഷെ അവിടേക്കൊക്കെ വലിഞ്ഞു കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പൂപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ട്, പിന്നെ ആനിയും കൊച്ചുണ്ട്. അപ്പം എന്ത് ചെയ്യും, ഇവരൊക്കെ അപ്പൂപ്പനും അമ്മയ്ക്ക് മോളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ റെസ്ക്യൂവിന് വേണ്ടി ആൾക്കാർ വന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ഞാനും അപ്പനും അമ്മയും അവിടെ നിന്നോളാം, അവരെ എന്തായാലും ഒന്ന് എവിടെയെങ്കിലും എത്തിക്കുക. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും എനിക്ക് അതുപോലെ തന്നെ വല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഇവർ വന്നപ്പോഴത്തേനും അപ്പൂപ്പനും അമ്മാമ്മയും എൻ്റെ അനിയനും പിന്നെ ഒരു കസിനെയും കൂടെ നമ്മൾ അവരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ പൊക്കോ, നമ്മളിവിടെ നിന്നോളാം. പിന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങളെ ഇനിയിപ്പോൾ നോക്കണ്ട, നിങ്ങളെല്ലാ പ്രദേശത്തുള്ള എല്ലാവരും രക്ഷപ്പെടുത്തിയിട്ട് മതി, കാരണം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വലിയ പ്രശ്നങ്ങളില്ല, ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പൂപ്പനെയും അമ്മാമ്മേനെയും കസിനെയും അനിയനെയും കൂടെ അവർ കൊണ്ടുപോയി. അപ്പം പിന്നെ നമുക്ക് അവരവിടെ എത്തിയോ കാര്യങ്ങളൊന്നും അറിയില്ല, എത്തിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷകളല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റില്ല, ഫോണൊക്കെ ഓഫായി തന്നെ. ആദ്യമൊക്കെ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് കൊണ്ട് ഈ പ്രളയത്തിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് എടുത്തായിരുന്നു. പിന്നെ അറിയാലോ, ഈ ടച്ച് ഫോൺ വന്നേ പിന്നെ അധികം ചാർജ് നിൽക്കത്തില്ല. പിന്നെയാണെങ്കിൽ കുഞ്ഞു ഫോൺ ഉണ്ടായിരുന്നു, അത് ശരിയാണ്, കുഞ്ഞു ഫോൺ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് റേഞ്ചും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ എത്തിയോ ഒന്നും അറിയുന്നില്ല, നമ്മളൊരു പ്രതീക്ഷയിൽ എത്തി കാണുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ നിന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അപ്പോഴത്തേനും നമുക്ക്
വെള്ളം പിന്നെയും കയറി തുടങ്ങി. അപ്പോഴത്തേനും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ചെറിയ പേടിയല്ല, നല്ല രീതിക്ക് പേടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ആ പേടി അറിയിച്ചില്ലായിരിക്കും. അതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ട്രോമ പോലെ വരാഞ്ഞത്, അറിയിച്ചില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇവർ പോയ രാത്രി കിടന്നുറങ്ങിയപ്പോഴത്തേനും അമ്മ രാത്രി ഇങ്ങനെ, അത് നമ്മൾ കിടക്കുന്ന ഫ്ലോറിലാണ് കിടക്കുന്നത്. അന്ന് കട്ടിലൊന്നും ഇല്ലായിരുന്നു അവിടെ, പുതിയ വീടായതുകൊണ്ട് കട്ടിലൊന്നും മേടിച്ചിട്ടില്ല. അപ്പം ഫ്ലോറിലാണ് കിടക്കുന്നത്. ഫ്ലോറിൽ ഒരു പായോ എന്തോ ഒരു തുണിയെ വിരിച്ച് കിടക്കുകയാണ്. അപ്പം അതിനിടയിൽ കൂടെ വെള്ളം പോകുന്നുണ്ട്. ഈ വെള്ളത്തിൽ ഇപ്പം ഫ്ലോർ ഗ്രാനൈറ്റിൻ്റെയാണ്. അപ്പം ഈ വെള്ളത്തിൻ്റെ തണുപ്പടിച്ചിട്ട് ഫ്ലോർ ഭയങ്കര തണുപ്പിലാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നമ്മൾ പൂച്ചി പിടിക്കുന്ന തണുപ്പിലാണ് നിൽക്കുന്നത്. അപ്പം അന്ന് രാത്രി അമ്മ എനിക്ക് ഉറക്ക കരയും, എനിക്ക് പേടിയായിട്ട് നമ്മളിനി എവിടെ തുടങ്ങും, എന്ത് ചെയ്യുന്നൊക്കെ. അപ്പം പറഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് തുടങ്ങി, നീ പേടിക്കാതിരിക്കേ, വന്നത് വന്നു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നീ പേടിക്കാതിരിക്കുക, നമുക്ക് ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ലല്ലോ, നമ്മൾ സേഫല്ല, നീ പേടിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പോഴത്തേനും എന്താ, ഇത് ഫുള്ള് ഡാർക്ക് സീനല്ല കേട്ടോ. ഇതിനിടയ്ക്ക് കുറേ തമാശകളും നടക്കുന്നുണ്ട്. ഞാൻ അപ്പനോട് നമ്മൾ വഴക്കിട്ട് പിണഞ്ഞു പോയി മാറിയിരിക്കുന്നുണ്ട്. അതങ്ങനെയൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എനിക്ക്. അതിനിടയ്ക്ക് അപ്പുറത്തുനിന്ന് ഏതോ അറ്റത്തുള്ള ഒരു പോകുന്നുണ്ട്, അപ്പം നമ്മളും തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു 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 ചില ഹാപ്പി മൊമെൻറ്റ്സും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതോ ഉണ്ടാക്കാൻ ശ്രമിച്ചതോ ആയ മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മളവിടെ നിന്ന് ഒരു മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും, മൂന്നാമത്തെ ദിവസം രാവിലെ ഉച്ചയ്ക്ക്, ഞാൻ ഓർക്കുന്നില്ല, നമുക്ക് ബോട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ പ്രദേശത്ത് എല്ലാവരും, ആ സ്ഥലത്തുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തി, ഇനിയിപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ നിൽക്കേണ്ട, വെള്ളം ഇറങ്ങണേന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓടിട്ടിട്ടുണ്ട്, ഈ ഷോയ്ക്ക് ഓടിടത്തില്ല, അതിൻ്റെ മുകളിൽ കൂടെ വഞ്ചിയിലേക്ക് ഇറങ്ങി ഞാനും അപ്പനും അമ്മയും, അപ്പനൊരു ബോട്ടിൽ, അമ്മയും ഞാനും വേറൊരു വഞ്ചിയിൽ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെടാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ തെങ്ങിൻ്റെ തല മാത്രമേ കാണൂ. നമ്മൾ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ വേറെ എവിടെ പോയിട്ട് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു തെങ്ങിൻ്റെ തലകൾ കാണാം, അതുപോലെ ഒരു ടാങ്കർ ലോറി ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു അറ്റോ അങ്ങനെ എന്തോ പൊങ്ങി കിടക്കുന്ന വെള്ളത്തിൽ, അത് കാണാൻ പറ്റിയായിരുന്നു. അങ്ങനെ ഫുൾ എന്താ പറയുക, ചെളിവെള്ളം, നന്നായി ഒഴുകുന്ന ചെളിവെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പേടിച്ചത് എവിടെ എങ്ങനെ നമുക്ക് മനസ്സിലാവണില്ല. സ്ഥലങ്ങൾ നമ്മൾ പരിചയമുള്ള സ്ഥലങ്ങളാണെങ്കിൽ മുകളിലായതുകൊണ്ട് ഇപ്പോൾ ഒന്നും മനസ്സിലാവണില്ല എവിടെ എങ്ങനെ എത്തിയത്. അവസാനം നമ്മുടെ ബോട്ട് ഒരറ്റത്ത് ഒരു പൊക്കത്തെ പ്രദേശത്തേക്ക് എത്തിച്ചായിരുന്നു. അപ്പോഴത്തേനും നമ്മളൊക്കെ അവിടെയുള്ളവർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. നമ്മൾ ഇത്രയും ഫാമിലീസ് എത്ര പേര് പെട്ടെന്നൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ നമ്മൾ അറിയുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ അവിടെ സ്കൂളിലൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അവിടെയും ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം സ്കൂളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ കസിൻ്റെ വീട്ടിലേക്ക് ഒരു ഈ ഷോപ്സ്, കുറേ ബിൽഡിങ്ങിൽ കുറേ ഷോപ്സ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് മാറി. അങ്ങനെ കുറേ ഒരു വൈകുന്നേരം വരെ അവിടെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വേറൊരു അറിയുന്ന അവരുടെ വീട്ടിലേക്ക് നമ്മൾ മാറി ചെയ്ത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്കൂളിൽ എത്തിയപ്പോഴത്തേനും, ക്യാമ്പിലെത്തിയപ്പോഴത്തേനും നമുക്കവർ ഭക്ഷണം തന്നു. അത് എന്താ, എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ പോയി ക്യൂ ഒക്കെ നിന്ന് ഫുഡ് മേടിച്ചു കൊണ്ടുവരുന്ന കുറേ നേവിയോ ആർമിയോ ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു അന്ന്. ഒത്തിരി പേര് ക്യാമ്പിൽ, ആക്ച്വലി ക്യാമ്പിലെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു കേട്ടോ. ഗർഭിണിയായ ചേച്ചിമാരുണ്ടായിരുന്നു, ഇനി എവിടേക്കാണ് പോവുക, എന്താ ചെയ്യുക ഒന്നും അറിയാത്ത കുറേ മനുഷ്യരുണ്ടായിരുന്നു. ഈ തുണികളും അതും ഇതൊക്കെ വിതരണം ചെയ്യുന്നവരുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെയും കുറേ ആൾക്കാരുടെ ജീവിതങ്ങളും അന്ന് അവിടെ കാണാൻ പറ്റി. അന്ന് എന്താ പറയുക, ചില സ്ഥലത്ത് വരുന്ന കരയുമ്പോഴത്തേനും ഇങ്ങനെ പോയി വന്ന് പോട്ടെ, അത് കുഴപ്പമില്ല എന്ന് ആശ്വസിപ്പിക്കുന്ന കുറേ പേരെ കാണാൻ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളം കുറഞ്ഞു എന്ന് പോവാം, വെള്ളം കുറഞ്ഞു, എവിടെ എന്തോരം കൂടിയോ കുറഞ്ഞു എന്നൊക്കെ അന്വേഷിക്കാൻ പോയ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ നമുക്ക് അവിടെ അടുത്ത് തൂക്കുപാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തൂക്കുപാലം പ്രളയത്തിന് കുറച്ച് മുമ്പ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൂക്കുപാലമൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് കഥകൾ പറയുന്നവരുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ ഈ മൃഗങ്ങളൊക്കെ വന്ന് അടിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സ്റ്റോറീസും ഒക്കെ കൂടെ ഈ ക്യാമ്പിലും പരിസര പ്രദേശത്തൊക്കെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് കേൾക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി താമസിച്ച് ഒരു 3 ദിവസത്തിന് ശേഷം ഞാനും അപ്പനും അമ്മയും അനിയനുണ്ടായിരുന്നില്ല കൂടെ വെള്ളമൊക്കെ ഇറങ്ങിയെന്ന് കേട്ടപ്പോഴത്തേനും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴത്തേനും ഈ ഭയങ്കര ചെളിക്കുണ്ട, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു വഴി ആരോ ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു സന്നദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ ആർമിക്കാരൊക്കെ ആയിരിക്കണം.
ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി കോഴികളുണ്ടായിരുന്നു. ഒരു 19-60 കോഴികളുണ്ടായിരുന്നു. നമ്മൾ ആ കൂട്ടിലിട്ടേക്കായിരുന്നു. കൂട് തുറന്നിടാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമായിരുന്നു. കോഴികളൊക്കെ ഇങ്ങനെ ചത്ത് കുത്തിയിരിക്കുമായിരുന്നു. അത് കണ്ട് ഭയങ്കര വിഷമമായി. കാരണം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, വിഷമമായി അങ്ങോട്ട്. നമ്മൾ വളർത്തിയിരുന്നതല്ലേ. അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ ബാക്കിൽ നമുക്കൊരു വലിയ ഫ്രീസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തല കുത്തി മറിഞ്ഞ് എടുക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോവാട്ടോ. ഫ്രണ്ടിൽ ചെന്നിട്ട് അപ്പോൾ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാതിൽ കീട്ട് തുറന്നിട്ട് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഇത് വെള്ളം കുടിച്ചിട്ട് ഈ മരം വീർത്തായിരുന്നു. അതൊക്കെ ഓപ്പൺ ആക്കാൻ ശക്തിയായിട്ട് ഇങ്ങനെ തള്ളിയപ്പോഴത്തേനുമാണ് ഇത് ഓപ്പൺ ആയത്. അത് മുട്ടിൻ്റെ അത്ര ചെളി ഉണ്ടായിരുന്നു ഒന്ന് വീട്ടിൽ പോയപ്പോഴത്തേനും. അപ്പോൾ നമ്മൾ ചെളിയൊക്കെ പകഞ്ഞ് മാറ്റിയിട്ടാണ് ഉള്ളിലേക്ക് കിടന്നപ്പം ഇങ്ങനെ എന്താ പറയുക, ഒരു യുദ്ധം നടന്നൊരു പ്രതീതിയായിരുന്നു. ചെളിയും അതുപോലെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞ് എന്താ പറയുക, അതിൽ വീട്ടിലേക്ക് കിടക്കാൻ വീടാണെന്ന് പോലും തോന്നിച്ചിരുന്നില്ല. അത് എന്തോ ഒരു പ്രേതാലയം പോലെ, ഒരു ചെളിക്കുണ്ട് പോലെയായിരുന്നു അന്ന് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത്. അതിനുശേഷം നമ്മളത് വൃത്തിയാക്കി എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രളയം, വീട് മുങ്ങിയേക്കാളും ഒരു വലിയ ചലഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത് അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം ഈച്ച് ആൻഡ് എവറി സ്ഥലത്തും ഇത്രയും ചെളിയാണ്. സന്നദ്ധ പ്രവർത്തകർ വരുന്നുണ്ട്, പക്ഷെ അവർ വലിയ ചെളികളൊക്കെ ക്ലീൻ ചെയ്തവർ പിന്നെ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയെടുക്കാൻ എനിക്ക് തോന്നുന്നു അത് 2-3 മാസം സമയം എടുത്തായിരുന്നു നമുക്ക്. നമ്മൾ അവസാനം പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് കയറിയത്. പക്ഷേ പെയിൻ്റ് അടിച്ചാലും ഒരു പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് കയറിയിട്ടും ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ചുമരിൽ ഇങ്ങനെ ചെറിയ ചെറിയ പോർസ് വരും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചെളിവെള്ളം ഇറങ്ങി വരുമായിരുന്നു. അപ്പം പെയിൻ്റ് അടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേനും ഞങ്ങളുടെ ഒരു കാര്യം, നമുക്കൊരു ചക്കയുടെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ചക്ക ഉണക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കുന്നത്. അപ്പോൾ ആ ഒരു ഷെഡിലേക്ക് പോയപ്പോഴത്തേനും അത് ഭയങ്കര വിഷമമായിട്ടോ. നമ്മളിങ്ങനെ ഒത്തിരി അവിടുത്തെ ആൾക്കാരൊക്കെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഉണക്കിയ കുറേ ജാക്ക് ഫ്രൂട്ട് ഇങ്ങനെ ചക്ക ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ട്. എത്ര കിലോ കണക്കിന് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്പോയിലായി, അതിലൊക്കെ ചെളി കയറി നമുക്ക് ഇനി ആ ഒരു ബിസിനസ് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയായി പോയത്. അപ്പം ആ ഒരു ചക്ക എക്സ്പോർട്ടിങ് കമ്പനി നമ്മൾ അതോടുകൂടെ പ്രളയത്തോടുകൂടി നമ്മൾ നിർത്തി. പിന്നെ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. പ്രളയ കാരണം മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അങ്ങനെ എന്താ ഒരു മായ പോലെയാണ് ഇപ്പം 2018 പ്രളയവും അതിൽ ഞങ്ങളവിടെ അനുഭവിച്ചതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ആ പ്രളയം കഴിഞ്ഞിട്ട് ആ വീട് ക്ലീൻ ആക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ സാധാരണ അമ്മ വീട്ടിലേക്ക് അവർക്ക് ഭയങ്കര കൊതിയല്ലേ. പക്ഷെ നമുക്കൊരു വീടില്ലാതാവുമ്പോഴാണ് നമുക്ക് ആ വീടിന് ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റി. എനിക്ക് അന്ന് അമ്മോട്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ഒരാഴ്ച നിന്നപ്പോഴത്തേനും എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അങ്ങനെയായി. ആ വീട് നമ്മുടെ വീടെന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സ്വർഗ്ഗം. അത് നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെയാണ്. സോ ആ ഒരു മാറി നിന്ന സമയമാണ് എനിക്ക് അത്രയും റിയലൈസേഷൻ ആയത്. എൻ്റെ വീട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടതായിരുന്നു, എൻ്റെ റൂം, എൻ്റെ വീട്, ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഇത്രയും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ആ പ്രളയമായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനന്ന് +1 അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ കിട്ടിയ കുറേ ട്രോഫിയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെളിയിൽ മുങ്ങിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം പല വേദികളിൽ നിന്നും നമുക്ക് കിട്ടിയ അംഗീകാരങ്ങളായിരുന്നു അന്നത്തെ ആ ട്രോഫീസ്. അതിന് എൻ്റെ മനസ്സ് കൊടുക്കുന്നൊരു വില. അതുകൊണ്ട് എനിക്ക് അതൊക്കെ കണ്ട് ഭയങ്കര സങ്കടമായിരുന്നു അന്ന്. എന്നിരുന്നാൽ പോലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചു. നമ്മൾ പിന്നെയും ലൈഫ് മുമ്പോട്ട് പോയി. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പം ആ ഈ ചെളിവെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ ഈ ചുമര് പൊട്ടിയിരിക്കുന്നത്, ഈ പെയിൻറ് പൊളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും അതങ്ങനെയുണ്ട്. അതുപോലെ ഗ്രാനൈറ്റ് ചെറുതായിട്ട് പൊടിഞ്ഞു പോരുക, അതൊക്കെ പ്രളയത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു. ഇത് മാത്രമല്ല, ഒത്തിരി ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞ് തീരാത്ത കാര്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്.
ഇത് എൻ്റെ അനുഭവമാണ്, എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട പ്രളയമാണ്. പക്ഷെ ഇതെൻ്റെ അപ്പൻ്റെ കണ്ണിലും അമ്മയുടെ കണ്ണിലും അനിയൻ്റെ കണ്ണിലൊക്കെ വെവ്വേറെ ആയിരിക്കും. കാരണം അപ്പനും അമ്മയും എടുത്ത് എഫേർട്ട് ഞാൻ പകുതി അറിഞ്ഞിട്ടില്ല, കാരണം ഞാൻ അമ്മ വീട്ടിലായിരുന്നു. അപ്പം ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ അവരാണ്. അപ്പം അവരുടെ കണ്ണിൽ അവർ കണ്ട പ്രളയം, അവർ സാമ്പത്തികമായിട്ട് കണ്ടത്, അതൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ അന്ന് എന്താണോ കണ്ടത് അതാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ അതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും, അല്ലേ? അതിന് എക്സാമ്പിൾ ആയിരിക്കും, എക്സാമ്പിൾ ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ നടന്ന ആ 2018 പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ ഫ്രം ഗ്ലോബൽ ഗ്രേസ്.